അമ്പമ്പോ എന്നെ ഉണ്ട് വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എനിക്ക് വലിയ സുഖമൊന്നുമില്ല. ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് കേൾക്കാത്തവരാരുണ്ട് ചോദിക്കും. അപ്പോൾ ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യണമായിരിക്കും. നമ്മുടെ സിനിമാ നടിമാരും സിനിമാ നടന്മാരൊക്കെ നല്ല ബ്രൈറ്റണായി അവരുടെ സ്കിൻ ഗ്ലോ ചെയ്തിട്ട് നോക്ക് മക്കളെ നോക്ക് എന്നുള്ള അവസ്ഥയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം അവരുടെയൊക്കെ ഫോട്ടോ എടുക്കുക എന്ത് ചേഞ്ചാടി എന്ന് നമുക്ക് ചോദിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ രഹസ്യം ഗ്ലൂട്ടാത്തയോൺ അത്രേ. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ സത്യാവസ്ഥയ്ക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ വഴി ചോദിച്ചു നോക്ക്. ഇപ്പം എന്ത് ചോദിച്ചാലും കിട്ടാൻ ആൻസർ ഇട്ട ഇഷ്ടം പല വഴിയുണ്ട്. അപ്പം ഞാൻ ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. ഫ്ലിക്സിൻ്റെ ഗ്ലൂട്ടാത്തയോണിൻ്റെ ടാബ്ലറ്റാണ് കേട്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹമുള്ളവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലിക്സ് ഒന്ന് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഇനിയിപ്പോൾ ആൾക്കാർ ചോദിക്കും വെളുത്തിട്ട് പാറുമെന്ന്. വെളുത്തിട്ട് പാറാനൊന്നുമല്ല, നമ്മുടെ സ്കിൻ നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എനിക്ക് വെളുത്തിട്ട് പാറണമെന്നോ ഒരാഗ്രഹം ഇല്ലാത്തതോ. അപ്പോൾ ഇതെങ്ങനെ കഴിക്കണമെന്നുള്ളത് കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലേക്ക് 300 ml വെള്ളമായിട്ട് എടുക്കേണ്ടത്. പിന്നെ എൻ്റെ ഗ്ലാസ് കണ്ടിട്ട് എൻ്റെ വെള്ളം കണ്ടിട്ട് ഞാൻ അതിന് കുറ്റം പറയാൻ നിൽക്കണം. അതിനകത്തേക്ക് നമ്മുടെ ഫ്ലിക്സിൻ്റെ ഒരു ടാബ്ലറ്റ് എടുക്കാം. പടച്ചോനെ ഇനി ഒരു ടാബ്ലറ്റ് വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. വന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഈ ടാബ്ലറ്റ് ഇങ്ങനെ ഇടുക. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ നിങ്ങൾ കണ്ടോ എന്ത് രസമല്ലേ, സൂപ്പറല്ലേ മാമ, സൂപ്പറായിട്ട് നോക്ക് മക്കളെ നോക്ക്. ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങും. അതിനൊരു 5 സെക്കൻഡ് 10 സെക്കൻഡ് എടുക്കും കേട്ടോ. ഇനി നിങ്ങൾ ഇതെപ്പം തീരൂലേടാ എന്ന് ചോദിക്കൊന്നും വേണ്ട, ഇത് തീർന്നിട്ടേ ഇരിക്കുള്ളൂ. എന്നിട്ട് തീർന്നു കഴിയുമ്പോൾ എനിക്ക് നല്ല ഇതിൻ്റെ പൊടിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു മാറ്. എന്നിട്ട് ഇതിങ്ങനെ തീർന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. തീർന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒരു പുകയൊക്കെ വരും കേട്ടോ. ഇതിങ്ങനെ തീരാനാകുമ്പോൾ ഒരു പുക. ദൈവമേ ഇത് മൊത്തത്തിൽ പുകഞ്ഞ് തീരുമെന്നാ. ഇതുണ്ടോ ഗുളിക കിടക്കണ നിങ്ങൾ കാണുന്നുണ്ടോ? നോക്ക് മക്കളെ നോക്ക്. ഒരു പിങ്ക് കളറിൽ. ഇനിയിപ്പോൾ പിങ്ക് അല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് ബാധിച്ചിട്ടുണ്ട്. ഇത് പിങ്ക് തന്നെ കേട്ടോ. നിങ്ങൾ ഇതിന് പറഞ്ഞു ബാധിക്കേണ്ട. അത് പിങ്ക്. എൻ്റെ പിങ്ക് ഇതാണ്. നിങ്ങളുടെ പിങ്ക് ഇതാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കുടിക്കുക. ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ടാബ്ലറ്റ് എടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 to 4 months ഒക്കെ എടുക്കുമ്പോൾ നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൺ ആവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.